Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. അതെ, പിള്ളേർ പല നാട്ടിൽ പഠിച്ചാൽ പല ഗുണങ്ങളുണ്ട്. എന്നാന്നറിയാവോ? ഒന്നാമത്തെ കാര്യം അവർക്ക് എക്സ്പോഷേഴ്സ് കൂടും. അവർ നമ്മുടെ ഈ ഒരു ചട്ടക്കൂട്ടി കടന്നേച്ച് ഒന്നും ആയില്ല പിടിച്ചില്ല എന്നുള്ളൊരു വിഷമം നമുക്ക് വേണ്ട. അതുകൊണ്ട് വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്നെ പോലെയുള്ള അമ്മമാർ കുറേ റെസിപ്പീസും പഠിക്കും. ഈ പിള്ളേർ ആവശ്യമില്ലാത്തതെല്ലാം വാങ്ങിച്ച് കഴിച്ചേച്ച് ആ രുചി അങ്ങോട്ട് പിടിച്ചേച്ച് അമ്മ ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനാ അറിയണ്ടേ റെസിപ്പി. അങ്ങനെ എന്നാ ചെയ്തു, കൊച്ചിൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മയോട് തന്നെ വിളിച്ച് ചോദിച്ചേച്ച് നമ്മൾ പഠിക്കുക ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ എത്ര റെസിപ്പിയാണ് പഠിച്ചേക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഈ പ്രാവശ്യം പഠിച്ച എന്നാന്ന് വെച്ചാൽ ഹൈദരാബാദി റെഡ് ചിക്കൻ പഠിച്ചേ. എൻ്റെ ദൈവമേ, എന്നാ എളുപ്പമാണെന്നറിയാം ഇതൊക്കെ ചെയ്യാൻ. ഞാൻ ആലോചിക്കുമായിരുന്നു 10 പ്രാവശ്യം പഠിക്കുന്നതിനെ. നമ്മൾ ഈ കുക്കിംഗ് ഒക്കെ പഠിച്ച സമയത്തെ ഇഞ്ചി വഴറ്റി വെളുത്തുള്ളി വഴറ്റി എന്നും പറഞ്ഞു എന്തോരോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ചെയ്യാതെ രുചിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഈയിടെയല്ല പഠിച്ച ഉള്ള നേര് പറയാമല്ലോ. പിന്നെ അറിവ് എത്ര സമ്പാദിക്കുന്നോ അത്രയും നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും തികഞ്ഞവരൊന്നുമല്ല. ഈ പറയുന്ന പോലെ ദാസേട്ടനൊക്കെ പറയുന്നില്ല, നമ്മുടെ ലാസ്റ്റ് ബ്രത്ത് വരെ നമുക്ക് ഒന്നിനും നമ്മൾ തികഞ്ഞിട്ടില്ല. ദാസേട്ടൻ പറയുന്ന പോലെ ഞാൻ പാട്ട് ഫുൾ പഠിച്ച് തീർന്നിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുക. എന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഓരോ ഡേ ബൈ ഡേ അല്ലേ ഓരോ അറിവുകൾ സമ്പാദിക്കാൻ പല വഴികൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഒന്നും പാഴാക്കാൻ പാടില്ല. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ വിവരം ലഭിക്കുള്ളൂ എന്നൊന്നുമില്ല. അല്ലാതെയും നമുക്ക് ഈ പറഞ്ഞ പോലെ ബേസ് വേണം, വിദ്യാഭ്യാസം വേണം ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വിദ്യാഭ്യാസമാണ് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയൊരു അസറ്റ്. അതില്ലാതെ പോകുന്നവർ ലൂസേഴ്സ് ചില സമയം പറയാറുണ്ട്, ലൂസേഴ്സ് ആവാത്തവരും ഉണ്ട്. എല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. പക്ഷേ റെസിപ്പിയുടെ കാര്യത്തിൽ നമ്മൾ കുറേ ബുക്കൊക്കെ വെച്ച് നമ്മൾ റെസിപ്പി പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്നാണെന്നറിയാമോ, നമുക്ക് അതിൻ്റെ അളവും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് നമ്മുടെ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക്. ആ മിടുക്ക് എന്ന് പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ആ ഉണ്ടാക്കുന്ന ഭക്ഷണം അത്രയും സ്വാദിഷ്ടമായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വരണം അല്ലേ. അത് അപ്പോഴാണ് നമ്മൾ സക്സസ് ആവുക. ആ സക്സസിൻ്റെ ഇടയ്ക്കുള്ളൊരു ഹാർഡ് വർക്ക്, അതാണ് നമ്മുടെ പ്രയത്നം എന്ന് പറയുന്നത്. അത് നമ്മൾ ട്രൂ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ എന്താ പറയുക ഫുൾ എഫേർട്ട് ഇട്ട് നമുക്കത് സക്സസ് ആക്കണം എന്ന് ഞാൻ ആക്കിയിരിക്കും എന്നുള്ള ദൃഢവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ റെസിപ്പി എന്നല്ല ഏതൊരു കാര്യത്തിനും മുന്നോട്ട് പോകാം. ഒരിക്കലും തളർന്നു പോകരുത്. തളർന്നു പോകുന്ന ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെയും എങ്ങനെയും മുന്നേറാൻ നമ്മൾ പറ്റും. അതല്ല നമ്മൾ എന്നതേലും ചെയ്തിട്ട് ഇത് വലിയ കാര്യമൊന്നുമില്ല, ഇതെല്ലാവർക്കും അങ്ങനെയല്ല. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അതിനൊരു അപ്രിസിയേഷൻ മസ്റ്റാണ്. ആ അപ്രിസിയേഷനാണ് ചിലപ്പം ഒരാളുടെ എനർജി അല്ലേ, ആ ഒരു എൻകറേജ്മെൻറ്റ് അതുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇന്ന് ഞാനൊരു റെസിപ്പി പഠിച്ചാൽ നാളെ അവർക്ക് ഞാൻ വേറൊരു ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു എനർജി നമുക്ക് വരത്തുള്ളൂ. മറ്റത് ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്തിക്കളഞ്ഞാൽ വേണ്ട, നാളെ ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് നമ്മളും കൂടെ ആ ഒരു എനർജി നമ്മുടെ പോയി പോവും. അതുകൊണ്ട് എന്നാ ചെയ്യണ്ടേ, ആർക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ അപ്പനും അമ്മയും എന്തായാലും ചെയ്തേ പറ്റുള്ളൂ കുട്ടികൾക്ക്. പക്ഷേ അവരെന്നതേലും ഒരു കാര്യം ചെയ്താൽ അവരെ മാക്സിമം എൻകറേജ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക, അവരുടെ കൂടെ നിന്ന് കൊടുക്കുക. സക്സസ് ആവട്ടെ. നമ്മൾ സക്സസ് ആവാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന അമ്മമാരും അപ്പന്മാരും ഒക്കെ തന്നെയാണ്. നമ്മുടെ മക്കൾ എപ്പോഴും ഉയർന്ന നിലയിലെത്താൻ ആഗ്രഹിക്കുന്നതല്ലേ. അതുകൊണ്ടാണ് നമ്മളിപ്പം എൻ്റെ മോനായാൽ പോലും രണ്ടാമത്തവൻ ഇപ്പം ഡൽഹി പഠിച്ചു. അവൻ നമ്മുടെ കേരളത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു എക്സ്പോഷർ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ റെസിപ്പീസൊക്കെ പഠിക്കാൻ, ബാക്ക് ടു റെസിപ്പി, അതെ ഇതേപോലെ ഒരു റെസിപ്പിയൊക്കെ പഠിക്കാൻ നമുക്ക് എന്നെ പോലുള്ള അമ്മമാർക്ക് പറ്റുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മുടെ അമ്മമാർ പഠിപ്പിച്ച പോലെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിനെക്കാട്ടും ഇത്രയും എളുപ്പത്തിലും ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. അതിന് എളുപ്പം എങ്ങനെയാണെന്നുള്ളതല്ലേ, നോക്കിക്കോ. ഫസ്റ്റ് വേണ്ടത് കുറച്ച് തക്കാളി അരച്ചതാണ്. 1 കിലോ കോഴിയാണെങ്കിൽ ഒരു മീഡിയം സൈസ് 2 തക്കാളി. പിന്നെ വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ്. ഈ അണ്ടിപ്പരിപ്പും ബദാം അതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. പിന്നെ ഈ കുറച്ച് ബദാം, കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ഇത് കുറച്ച് കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന പച്ച കപ്പലണ്ടി വാങ്ങിക്കാൻ കിട്ടും. അതൊന്ന് ടോസ്റ്റ് ചെയ്യുക, പച്ച ചുവയൊന്ന് മാറ്റുക, അത്രയേ ഉള്ളൂ. അത് ഉപയോഗിച്ചാലും തെറ്റൊന്നുമില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ച തേങ്ങ തിരുമിയതാണേ. ഈ തേങ്ങയും കാഷ്യൂം ആൽമണ്ടും കൂടെ നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നെക്സ്റ്റ് വേണ്ടിയത് കുറച്ച് തൈര. ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്ന മല്ലിയിലയാണ്. അതുകൊണ്ട് ഞാനൊരു ബൗൾ നിറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് ഒരു 3-4 പച്ചമുളക് അരച്ച് വെച്ചേക്കുക.
ചതച്ച് വെച്ചതാ, അരച്ചല്ല, ചതച്ച് വെച്ചത്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് കണ്ടാലറിയാം, അത് ഞാൻ ഇവിടെ അരച്ചതല്ല, മേടിച്ചതാ. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് എടുക്കാവുള്ളേ. പിന്നെ ഉള്ളത് കാശ്മീരി മുളക് പൊടിയാ, കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് ജീരകപ്പൊടിയാ, പിന്നെ ഉള്ളത് കുറച്ച് കുരുമുളക് പൊടി ചതച്ചിടാം. നമ്മുടെ വീട്ടിൽ അന്നേരം പൊടിക്കുന്ന ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ സ്ഥിരം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രീൻ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും മേടിച്ചു വെക്കാൻ. ഇത് ഗ്രീൻ ചില്ലി സോസാണ്, ഇത് റെഡ് ചില്ലി സോസ്, ഇത് കുറച്ച് സോയാ സോസ്, പിന്നെ ഇച്ചിരി ഉപ്പ്. ഇനിയുള്ളത് എന്നാ, കുറച്ച് ഒരു വലിയ സവാള അല്ലെങ്കിൽ ഒരു 2 മീഡിയം സൈസ് സവാള നമ്മൾ ബിരിയാണിക്ക് വറുത്ത് വെക്കരെ, ആ സാധനമാണ് വേണ്ടിയേ. പിന്നെ ഉള്ളത് കുറച്ച് ഫ്രഷ് ക്രീം. പിന്നെ വേണ്ടിയത് ഏകദേശം 1 കിലോ വരുന്ന ചിക്കൻ ആണേ. ഇതിപ്പോൾ ചെറിയ കഷ്ണമാക്കാം, കറിക്കട്ടാക്കാം, ഏതായാലും. അഥവാ ബ്രസ്റ്റ് പീസ് ബോൺലെസ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഫസ്റ്റ് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഉള്ള പരിപാടിയേ ഉള്ളൂ. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ ഈ പരിപാടി. എന്നാന്ന് വെച്ചാൽ ഒരുപാട് അടുക്കളയിൽ കിടന്നും പണിയെടുക്കണ്ട. അങ്ങനത്തെ പണികളൊക്കെയാണ് നമ്മളിപ്പോൾ എപ്പോൾ പഠിക്കാനുള്ളത്. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്കിടയായ സമയം കിട്ടുമല്ലോ. ഈ പിള്ളേരുണ്ടല്ലോ, ഏത് നേരം നമ്മളൊരു റീലോ എന്നതേലും ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം തോന്നും അമ്മ 24 മണിക്കൂർ റീലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. നമുക്കും വേണ്ട എൻ്റർടൈൻമെൻറ്റ്സ് അല്ലേ? അപ്പം പിന്നെ ഏത് നേരം അടുക്കള കിടന്നാൽ മതിയാ. അമ്മ എന്ന് പറഞ്ഞാൽ അടുക്കള അങ്ങനെ വേണ്ട. നമുക്കും എനിക്ക് ഇഷ്ടമാണ്, നമുക്ക് നമ്മുടെ ലോകത്ത് ജീവിക്കണം, അതൊക്കെ നമുക്ക് ആഗ്രഹമുള്ള അല്ലേ. എന്നാൽ പിള്ളേരുടെ കാര്യം മറക്കാൻ നോക്കുമോ? അതും ഒക്കത്തില്ല. പിള്ളേർക്ക് വേണ്ടിയതും വീട്ടുകാർക്ക് വേണ്ടിയതും ഒക്കെ ചെയ്ത് വെച്ചേച്ച് ഇവരൊക്കെ ഫോൺ നോക്കുന്ന പോലെ നമുക്കൊന്ന് ഫോൺ നോക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് രുചിയായിട്ടുള്ളൊരു ഭക്ഷണം ഫസ്റ്റ് ചെയ്യാം. മാരിനേഷൻ വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൊമാറ്റോ പ്യൂരേ. മുഴുവൻ ഒഴിക്കണ്ട, എന്നാന്നോ ഈ പറഞ്ഞ പോലെ നമ്മൾ തൈരും ചേർക്കുമല്ലേ. ഇനിയാ നമ്മുടെ പേസ്റ്റ് ആക്കാൻ പോകുന്നേ. അതായത് തേങ്ങ എത്രയെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു അരമുറി തേങ്ങയുണ്ട്, അത്രയും വേണ്ട, കുറച്ച് ഒരു പിടി. എൻ്റെ ഈ കൈക്ക് ഒരു പിടിയാണ് ഞാൻ എടുത്തേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്തു വെച്ച ബദാമും എടുത്തു വെച്ച അണ്ടിപ്പരി, കുറച്ച് വെള്ളം ഒഴിക്കുക. ഇച്ചിരി കൂടി ഒന്ന് അരയാനുണ്ട്. ഓക്കെ, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം. ഇനി ചേർക്കാനുള്ളത് കുറച്ച് തൈര്, പുളിയില്ലാത്ത തൈരാന്നേ. ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്, ഒരു 4 സ്പൂൺ തൈര്. കുറച്ച് കൂടുതൽ മല്ലിയില വേണം, ഞാൻ പകുതി ഇടാം. പകുതി ഈ പറഞ്ഞ പോലെ നമുക്ക് അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാം. പിന്നെ എരിവ് അനുസരിച്ച് വേണം നമ്മൾ ഈ പച്ചമുളക് ചേർക്കാനായിട്ട്. പച്ചമുളകിൻ്റെ എരിവ് നോക്കി വെച്ച് വേണമേ. പിന്നെ ഉള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാ, അതൊരു 3/4 ടീസ്പൂൺ. ഇത് ടീസ്പൂൺ അല്ല, അതിനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടെ മുഴുത്തതാ. ഇനി മുളക് പൊടി 1 കിലോ ആന്നേൽ ഈ പറഞ്ഞ പോലെ ഒരു 4 ടീസ്പൂൺ ആണ് എൻ്റെ കണക്ക്. പക്ഷെ ഇപ്പം ഞാൻ 2 ഇട്ടേച്ച്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചേർക്കും. കാര്യം എന്നാന്ന് വെച്ചാൽ കുരുമുളക് ചേർക്കുന്നുണ്ട്, ഗ്രീൻ ചില്ലി സോസും ചേർക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ എരിവ് കൂടെ നോക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ജീരകത്തിൻ്റെ ഫ്ലേവർ മുന്നെയാ. അപ്പോൾ ഒരു 1/2 to
1/4 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഉള്ളത് കുറച്ച് കുരുമുളക് പൊടി, അത് ഏകദേശം 1 ടീസ്പൂൺ ഇട്ടോ. ഈ മേടിക്കുന്നതൊക്കെ ആണെന്നേൽ അതിനത്ര എരിവ് കാണത്തില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്. എരിവ് നോക്കിക്കോണേ. പിന്നെ ഇത് റെഡ് ചില്ലി സോസാണ്, അതും 1 ടീസ്പൂൺ. സോയാ സോസും 1 ടീസ്പൂൺ. കുറച്ച് ഉപ്പ്, അതിൻ്റെ കൂടെ ഈ ഫ്രൈഡ് ഓണിയൻസ്. ഹൈദരാബാദി റെഡ് ചിക്കൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി അതിനകത്തോട്ട് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇച്ചിരി ഫുഡ് കളേഴ്സൊക്കെ ചേർക്കും. ഞാനത് ഫുഡ് കളർ ഇവിടെ ചേർക്കുന്നില്ല. ചേർത്താൽ ഇറ്റ് വിൽ ബിക്കം റെഡ്. അതുകൊണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളത് മതി. അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി തന്നെ എടുത്തേ. ഇനിയിപ്പോൾ ഒരു ഇച്ചിരി കൂടെ എരിവ് നോക്കിയേച്ച് ഞാൻ ഇച്ചിരി കൂടെ ചേർക്കാവേ. ഈ വറുത്ത ഉള്ളി ഇടുമ്പോഴത്തേനുണ്ടല്ലോ ഒരു കാര്യം പറയാം, ഈ വേവുമ്പോഴത്തേക്ക് ഈ ചിക്കൻ്റെ കളറേ മാറും. അപ്പോൾ അതുകൂടെ നോക്കിയേച്ചൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ട്രൂലി ഓപ്ഷണൽ, വേണമെങ്കിൽ മാത്രം ഫുഡ് കളർ ചേർത്താൽ മതി. ഓക്കെ, ഈ മാരിനേറ്റ് ചെയ്തത് ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചേച്ച്, ഇതെല്ലാം റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മളെപ്പോലെ അവർ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് മനസ്സിലാക്കിയത് കടുകെണ്ണയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടത്, നമുക്ക് റിഫൈൻഡ് ഓയിൽ, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന റിഫൈൻഡ് ഓയിൽ, നോട്ട് വെളിച്ചെണ്ണ വേണ്ട, എന്തായാലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ച് ഈ കറി ചെയ്യാം. ഇനിയിപ്പോൾ നോക്കിയോ എന്നാ എളുപ്പമാണെന്നറിയാവോ, ഒന്നുമില്ല, എണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇടുക. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോർത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ പരിചയപ്പെടുന്ന ഫസ്റ്റ് ഡിഷാണ് ഈ നോർത്തിൽ കറിവേപ്പില ഇടുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ ഞാൻ പരിചയപ്പെട്ടതിൽ ഫസ്റ്റ്. അതുകൊണ്ട് കറിവേപ്പില ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എണ്ണ ഫസ്റ്റ് ഒഴിക്കാം. അവരെല്ലാത്തിനും എണ്ണ ഒരു ഇച്ചിരി കൂടുതലാണ്, നമുക്ക് അത്രയും വേണ്ട, നമുക്ക് ആവശ്യമുള്ള ഒഴിച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില മിനിമം, 2 തണ്ട് കറിവേപ്പില മിനിമം പറഞ്ഞിട്ട് 3 എടുത്ത്, വാക്ക് പാലിക്കുന്നില്ല എന്ന് പറഞ്ഞത്. കറിവേപ്പിലയുടെ കാര്യം ആയതുകൊണ്ട് പിന്നെ എനിക്ക് അതിനൊരു അളവൊന്നുമില്ല, പലതും പറയും, പക്ഷേ ഇതിനി ഫുൾ അരപ്പും ഇതിനകത്തോട്ട് ഇട്ടേച്ച് ചിക്കൻ വേകുക. ഇത്രയും മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതിൻ്റെ നിറമെല്ലാം മാറി കംപ്ലീറ്റ്ലി ഒരു ഹൈദരാബാദി റെഡ് ചിക്കനായി മാറും. എന്നാ എളുപ്പമുള്ളൊരു കാര്യമാണ് അല്ലേ ഇത്. ഇത്രയേ ഉള്ളൂ ഹൈദരാബാദി റെഡ് ചിക്കൻ കറി. ഇനി റെഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് തർക്കിക്കാൻ വന്നിട്ട് കാര്യമില്ല. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇതിനകത്ത് റെഡ് കളർ ഇടുന്നില്ല. ഇടുവാണെങ്കിൽ ഇത് കുറച്ച് വെന്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഒരു റെഡ് ചിക്കനായി മാറും. ഓപ്ഷൻ നിങ്ങൾക്കാണ്, എനിക്കല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് അജു വർഗീസും വിശാഖ് സുബ്രഹ്മണ്യമാണ് വരാൻ പോകുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ, അജുവിനോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, കുറേ വിശേഷങ്ങൾ കേൾക്കാനുണ്ട്, പറയാനുണ്ട്, ഇച്ചിരി തല്ല് പിടിക്കാനുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തല്ലുണ്ടാക്കണമെങ്കിൽ ഇച്ചിരി നേരം വേണം. അതുകൊണ്ട് ഇച്ചിരി എളുപ്പമുള്ള ഒരു കറിയും കൂടെ ഉണ്ടാക്കി വെച്ചതാണ്. തല്ലുണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ നമ്മൾ ഈ എളുപ്പമുള്ള കറി ഉണ്ടാക്കാനല്ല, ഇത് തല്ലുണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് നമ്മൾ അന്നേരം കാണാം, അതല്ലേ നല്ലത്. മംഗലം കൂടാ ഞമ്മളുണ്ട് ചങ്ങായി, ഇന്റെ മംഗലം കൂടാ ഞമ്മളുണ്ട് ചങ്ങായി. മംഗലം കൂടാ ഞമ്മളുണ്ട് ചങ്ങായി, ഇന്റെ മംഗലം കൂടാ
ഞമ്മളുണ്ട് ചങ്ങായി. പഠിച്ചോ നിരീച്ചത് നടക്കട്ടടാ ചങ്ങായി, പഠിച്ചോ നിരീച്ചത് നടക്കട്ടടാ ചങ്ങായി. 100 കൊല്ലം ഒരുമിച്ച് ഇങ്ങനെ സന്തോഷായിട്ട് ജീവിക്കണടാ ചങ്ങായി, ചങ്ങായി, ചങ്ങായി. ഹാർട്ടി വെൽക്കം. ഹാർട്ടി വെൽക്കം. ഈ ഇത്രയും ബഹുമാനം വേണ്ട പ്ലീസ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ കണ്ടു തുടങ്ങിയതാ. ഞാൻ സ്കൂളിൽ പഠിക്കുന്നത് അല്ല 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 ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കണ്ടിട്ടുണ്ടല്ലേ? അന്ന് ഇവൻ ജനിച്ചിട്ടുണ്ടോന്ന് സംശയം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ അതെ ഒരു കാര്യം പറയാം. എനിക്ക് 28 നിന്നാണ്, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. വീട്ടിൽ ആയിക്കോട്ടെ, ഞങ്ങൾ 25 കണ്ടേ. അന്നല്ല അമ്മയാണ് ഇത്. കറക്റ്റ്. അത്രയും പോലും ഉണ്ടാവില്ലല്ലോ. അത്രയും പോലും ഉണ്ടാവില്ല. സത്യം. എന്താ വിശേഷം? നല്ല വിഷയം ചേച്ചി. ആക്ച്വലി നിങ്ങളെ രണ്ടുപേരും കാണുമ്പോ ഉണ്ടല്ലോ കുടിക്കാമല്ലോ അല്ലേ? ചോദിക്കണം ചേച്ചി ചേച്ചി ചെയ്താണോ? അല്ല, ഇത് ഞാൻ ചെയ്തല്ല. ഞാൻ ചെയ്ത സ്പെഷ്യൽ ഉണ്ട്, അതോടിക്കട്ടെ. ഇത് നമുക്ക് ഗസ്റ്റ് വരുമ്പോ കുടിക്കാൻ കൊടുക്കണ്ടേ, അതേ ഉള്ളൂ. അപ്പൊ ശരിക്കും നിങ്ങളെ രണ്ടുപേരും കാണുന്നുണ്ടല്ലോ, ഒരാൾ ഇതിനകത്ത് മിസ്സിംഗ് ആണ്. ഒറ്റയ്ക്കുള്ള ഒരു എപ്പിസോഡ് തന്നല്ല, തന്നു. ഞങ്ങളെ വൈറലാക്കിയല്ലോ. എപ്പിസോഡ് കറക്റ്റ്. ശരിക്കും അതൊരു ഐശ്വര്യം ഉണ്ട് കേട്ടോ. ധ്യാൻ വന്നിരുന്നിട്ട് ഇങ്ങനെ ഉള്ള സത്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കിടക്കിടക്കിടാ പറഞ്ഞു പോകുമ്പോ നാട്ടുകാർക്ക് ഒരു അതിശയാണ്, ഇങ്ങനെയും ഉണ്ടോ. അതാ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഏതോ പാർട്ടിക്കാരൊക്കെ വന്നു, പിന്നെ ഈ സത്യം വിളിച്ചു പറയുന്നുണ്ട്, അവര് തന്നെ വിട്ടിട്ട് പോയി. എല്ലാ സത്യമൊക്കെ വിളിച്ചു പറഞ്ഞ. പക്ഷെ ധ്യാനം അതുകൊണ്ടാട്ടോ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പം ഈ പറഞ്ഞ പോലെ അല്ലേ, അജു സൂപ്പർ ഹിറ്റ്സിന്റെ ഒരു ഭാഗമായി മാറുവാണ്. അതിന്റെ അപ്പുറത്ത് പൊട്ടിപ്പോയ പടങ്ങളുടെ ലിസ്റ്റ് ആരും ഓർക്കാത്തത് കൊണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ പ്രസന്റ് ഞാൻ പറയുന്നത് പ്രസന്റ് സർവമായ ചേച്ചി. ആട് 3, വാഴ 2. കറക്റ്റ്. ആട് 3, വാഴ 2 ഒന്നും ഞാൻ ഉണ്ടെന്ന് പറയുന്നത് കഷ്ടം. ഇത്രേ ഉള്ളൂ ഈ പൊടിയുടെ അത്രയും. പക്ഷേ ആ സിനിമകൾ ഓടുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇതിലൊരു സത്യമുണ്ട്, കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളുണ്ട്. ഇപ്പൊ ലവാഷൻ ഡ്രാമയാണല്ലോ ഞങ്ങൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്ത ഹൃദയം നന്നായിട്ട് പോയി, വർഷങ്ങൾക്ക് ശേഷം ചെയ്ത. നല്ല പടം. ഇതിലെല്ലാം ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പടം ചെയ്തതിൽ സാന്നിധ്യം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഇനി തൊട്ട് ചുമ്മാ പാസിംഗിനെങ്കിലും ഇവരെ ഒന്ന് വിളിച്ചു വിട്ടിട്ട് പോകണം. അത് ശരിക്കും ഒരു ബ്ലെസ്സിംഗ് ആയിട്ടായിരിക്കും, ഒരു ലക്കാണ്. ഞാൻ ചിന്തിക്കാറില്ല. കാര്യം അപ്പുറത്ത് മറ്റേത് ചേച്ചി ഈ ഓടുന്നതേ കാണുന്നുള്ളൂ, ഞാൻ രണ്ടും കാണുന്നുണ്ടല്ലോ. പക്ഷെ എന്നാലും അല്ലേ അജുനെ ഇപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സൗഹൃദം അല്ലെ, നമുക്ക് എപ്പോഴും പഴയ കാലം നോക്കുമ്പോഴത്തേക്ക് പ്രിയൻ സാറ്, മോഹൻലാൽ സാറ്, അവരെല്ലാരും കൂടെ ചേരുന്ന ഒരു കൂട്ടായ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ കാണുന്നത്. ആ ഫ്രണ്ട്ഷിപ്പിനെ എങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്? വിനീത് ഞാനും കോളേജിൽ പഠിച്ചതിന്റെ ഓൾറെഡി സിനിമ. നിവിന് ഞാൻ സ്കൂളിൽ പഠിച്ചതാണ് 5 to 10. അപ്പൊ അങ്ങനെ മലർവാടിയിൽ വീണ്ടും റീകണക്ട് ആയി കഴിഞ്ഞ് വിനീതിന്റെ അനിയനെ ഞാൻ പിന്നെ പരിചയപ്പെടുന്നത്, ഒന്ന് ഇടപെടുന്നത്. അപ്പൊ വിനീതിനേക്കാളും അടുപ്പവനായിട്ടായി. ഈ സ്വഭാവം ഒരുപോലെ ആയതുകൊണ്ടായിരിക്കും. വിനീത് ഭയങ്കര നല്ലവനാ, ഞങ്ങൾ അത്ര നല്ലവരല്ല. ഇളയതുമായിട്ടാണ് ചേരുന്നത്. അതെ. ഇപ്പൊ എന്റെ മൂത്ത ബാച്ച് കുട്ടികളിലൂടെ ഇളയ ബാച്ചിൽ ഒരുത്തൻ മൂത്ത ആളുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആവുന്നുണ്ട്. അപ്പൊ എനിക്കത് മനസ്സിലായി. അപ്പന്റെ അതെ അതെ പാരമ്പര്യം സൂക്ഷിക്കണമല്ലോ കൊച്ച്. അപ്പൊ അങ്ങനെ ധ്യാൻ പരിചയപ്പെടുത്തിയാണ് വിശാഖനെ. ഞാനും ഒരേ സമയത്താണ് അവിടെ പഠിച്ചത്, ട്രിവാൻഡ്രത്ത്. വിനീതും അജുവും ഒരു ബാച്ച് മേറ്റ്സ്. ഞങ്ങൾ ഒരേ ബാച്ച്. ഞാൻ ധ്യാൻ മോഹൻദാസി പഠിച്ചു, ഞാൻ മാർബിസിൽ പഠിച്ചു. കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ കഥകളെല്ലാം അന്നോട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഒരുപാട് കഥകളുണ്ട്. ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാ തുടങ്ങണേ. പിന്നെ ഞങ്ങള് ആക്ച്വലി ഇവരുടെ പടങ്ങളൊക്കെ നമ്മുടെ മലർവാടി തൊട്ട് ശ്രീ വിശാഖിലാണ് നമ്മുടെ സിനിമകൾ, ന്യൂലും ഒക്കെയാണ് ഓടി. അത് മാക്സിമം സിനിമ റൺ തന്നിട്ടുണ്ട്. അന്ന് നമ്മൾ സുഹൃത്തുക്കളല്ല, പക്ഷെ എന്നിട്ട് ആ സിനിമകൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് വിശാഖ് പുതിയ വരുന്ന പിള്ളേർ, പുതിയ അല്ലെങ്കിൽ അയാളെ പോലെ തന്നെ ഒരു യങ്, ഇപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ബിസിനസ് ഒരു യങ് ഓണ്ടർപ്രണറായി മാറിയ ഫസ്റ്റ് സിനിമയിലെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ തിയേറ്റർ ഓണർ വിശാഖായിരിക്കും. അതിനുശേഷമാണ് മറ്റ് അച്ഛന്മാർ അവരുടെ മക്കളെ വിശ്വാസം അർപ്പിച്ച് ബിസിനസ് ഏൽപ്പിക്കാൻ തുടങ്ങിയത്. ഇത് ഒരു 8 to 9 years ബാക്ക് ആണ്. വിശാഖ് ഇപ്പം ഒരു പ്രൊഡ്യൂസറാണ്. അപ്പം ഒരു തന്നെ തുടങ്ങിയതല്ല, ഒരു അപ്പന്റെ ആണ്. പക്ഷെ ദാറ്റ്സ് എ ലെഗസി അല്ലെ. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോ വിശാഖിന്റെ ഒരു തിയേറ്റർ സൈഡിലുള്ള ചേച്ചി പറഞ്ഞ കറക്റ്റ് ലെഗസി ആയിട്ടാണ്.
ഫിലിം പ്രൊഡക്ഷനിൽ എന്നെ കൊണ്ടുവന്ന് ഇവർ രണ്ടുപേരും ഇപ്പൊ അജു ആണെങ്കിലും ധ്യാനം, കാരണം വീട്ടിൽ സപ്പോർട്ട് ഇല്ലായിരുന്നു. ഇഷ്ടമല്ല അവർക്ക്, ഇഷ്ടമല്ല, മോർ ദാൻ ഒരു പേടിയാണ്. ചേച്ചിക്ക് അറിയാലോ ഇപ്പൊ പൈസ പോണേ. ഇപ്പൊ ഗ്രാൻഡ് ഫാദർ എല്ലാം പ്രൊഡക്ഷൻ തുടങ്ങി. പിന്നെ ആ സമയത്ത് ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയുള്ള ജനറേഷൻ ആരും സിനിമ എടുക്കില്ലെന്ന്. പക്ഷെ അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, ഞാൻ കേട്ടില്ല. ആരും ചെയ്തില്ല. എത്ര മക്കളാ ഗ്രാൻഡ് ഫാദർ? ഗ്രാൻഡ് ഫാദർ 6 പേരുണ്ട്. ആരും സിനിമ എടുത്തില്ല. അപ്പൊ എന്റെ മൂത്ത അങ്കിൾ ആ സമയത്ത് എസ് കുമാർ ഇതേപോലെ ഗ്രാൻഡ് ഫാദറുടെ കൂടെ പടം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ 3rd ജനറേഷൻ ആരും സിനിമയിൽ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഞാൻ ആ സമയത്ത് ജനിച്ചിട്ടില്ല, ചിലപ്പോ എന്നെ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അനുസരണമുള്ള പിള്ളേരല്ലേ, മരിച്ചു കഴിഞ്ഞിട്ട് എടുക്കാമല്ലോ. എടുത്തില്ല. അനുസരണ വേണം. ഇവൻ അനുസരണ ഇല്ല, മുത്തച്ഛൻ പറഞ്ഞത് കേട്ടില്ല. അല്ല ഞാൻ ജനിച്ചിട്ടില്ല കേൾക്കാനാ. കേട്ടില്ല, അതുകൊണ്ടാ. തെളിവ് വേണമല്ലോ, തെളിവ്. അതല്ല എന്നെ കണ്ടില്ലല്ലോ, ചിലപ്പോ എന്നെ കണ്ടിരുന്നെങ്കിൽ നീ തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ ലെഗസിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഗ്രാൻഡ് ഫാദർ ആരും ഫിലിമിലേക്ക് വരരുതെന്ന് പറഞ്ഞു, അപ്പൊ അതൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പൊ അതെല്ലാം കൂടെ ആലോചിക്കുമ്പോൾ യു ഹാവ് ടു ബി സക്സസ് ഇൻ യുവർ ലൈഫ്. അല്ല ചുമ്മാ നമ്മൾ കയറി ഒരു ലെഗസി ഏറ്റെടുത്തതല്ല, മാത്രമല്ല ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്തു. അപ്പൊ യുവർ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എനിക്ക് ഫസ്റ്റ് ഇതേപോലെ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ ഫിലിം പ്രൊഡക്ഷൻ ഞാൻ തിയേറ്റർ സൈഡിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഫാദർ ഞാൻ ഇപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഫാദറിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് വന്നപ്പോൾ സിനിമയുടെ ഒരു ചേഞ്ച് വന്നുകൊണ്ടിരുന്ന ടൈമായിരുന്നു ഈ ഫിലിംസ് ലൈക്ക് സോൾട്ട് ആൻഡ് പെപ്പർ, തട്ടത്തിൻ മറയത്ത്, ഡയമണ്ട് നെക്ലേസ്, ഇതൊക്കെ. അപ്പൊ അന്നാണ് ഞാൻ ഇവരടുത്തെല്ലാം സംസാരിച്ച് തുടങ്ങുന്നതും. അപ്പൊ ഇവര് തിയേറ്ററിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്യും, ഞാൻ സിനിമയെ കുറിച്ച് അറിയാനും തുടങ്ങി മൊത്തത്തില്. അപ്പൊ ആ സമയത്ത് അടികപ്പിയരെ കൂട്ടമണി ട്രിവാൻഡ്രത്തിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ധ്യാന ഇതേപോലെ അളിയനാണ് ആദ്യമായിട്ട് ഒരു പ്രൊഡ്യൂസറെ ഉള്ളായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ എൻ്റെ ചോദിച്ചു ഒരാളും കൂടെ വേണം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ. അപ്പം ഞാൻ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ലിസ്റ്റ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ധ്യാൻ എൻ്റെ അടുത്ത് ഒരു ദിവസം കൊച്ചിയിൽ വിളിച്ച് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ എന്തെങ്കിലും ആയിരിക്കും വന്നു. രണ്ടും നേരെ തോളിൽ വെച്ചിട്ട് അളിയനാണ് എൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസറിന്. അപ്പം ഞാനാണെങ്കിൽ എനിക്കൊരു അറിയത്തില്ല മൊത്തത്തിൽ. അപ്പോൾ എൻ്റെ ഒരു റീസൺ പറഞ്ഞു, ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ആസ് എ ഡയറക്ടർ ചേട്ടനും എൻ്റെ അച്ഛനും ഓൾറെഡി സിനിമ എടുത്തിട്ടുണ്ട്. സോ നീയും ഇതേപോലെ നിൻ്റെ ഒരു ലെഗസി അടുത്ത പ്രൊഡക്ഷനിൽ വരണം. പക്ഷെ ഒരു കാര്യം നീ ഒന്നും അറിയണ്ട, എല്ലാം അജു നോക്കിക്കോളും. പിന്നെ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. അവൻ ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തത്, അതായത് അവൻ തന്നെ ഇവനെ കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാര്യം അവനും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഇതിനെ കുറിച്ച്. അതുകൊണ്ട് ഇയാൾ വന്നത് കൊണ്ടാണ് ആ പടം ലവ് ആക്ഷൻ ഡ്രാമ ഇറങ്ങിയത്. ആക്ച്വലി അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്ര കൊച്ചു പൈസ വെച്ചിട്ട് വലിയ സിനിമ ചെയ്യാൻ ഞങ്ങൾ ഇറങ്ങി. ഇത്ര വരുള്ളൂ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇവൻ ഇല്ലായിരുന്നെങ്കിൽ പകുതി വഴിയിൽ എടുത്തൊക്കെ മതി നിർത്തി പെട്ടിയിലാക്കിയിട്ട് നമ്മൾ പോയത്. ആക്ച്വലി വിശാഖിന് അറിയായിരുന്നു ഇവരുടെ ഒന്നും ഇല്ലാതെ ഇവർക്കൊന്നും കോൺഫിഡൻസ് ആണ് എനിക്ക്. അപ്പൊ ഞാൻ ഓർത്തു എനിക്ക് ഇതിനകത്തെല്ലാം പഠിക്കാമല്ലോ എന്ന്. പ്രൊഡക്ഷനെ കുറിച്ചാട്ടോ. കാര്യം ധ്യാൻ ഞങ്ങളൊരു ഡിസൈഡ് ചെയ്തായിരുന്നു, ധ്യാൻ പ്രൊഡക്ഷനിലുണ്ടെങ്കിലും ഡയറക്ടർ ആയതുകൊണ്ട് ഒരു പ്രൊഡക്ഷന്റെ ജോലി ഏൽപ്പിക്കരുതെന്ന്. അത് നമ്മൾ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു, ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഒരു ഡയറക്ഷൻ ഇല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ അല്ലേ, അതെ, ഒന്നും ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു. ആക്ച്വലി ധ്യാനും ഒരു ക്വസ്റ്റ്യനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ അടുത്ത്. പിന്നെയും ധ്യാൻ എന്നെ ഫേവർ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഷോട്ടിനൊക്കെ നിൽക്കുമ്പം, അതായത് ഡയലോഗ് പഠിച്ച് ഏറ്റവും ഞാൻ പാടുപെട്ട് അഭിനയിച്ച പടം അതാ. ഇത് എന്റെ ജീവിതത്തിൽ, അതായത് ഈ ജോലി ഇത്ര തല്ലിപ്പൊളിയാന്ന് ഞാൻ മനസ്സിലാക്കി. പ്രൊഡക്ഷൻ, അതായത് ഞാൻ ഇങ്ങനെ ഷോട്ടിന് ഇങ്ങനെ ഒന്നാമത് അപ്പുറത്ത് നയൻതാര മാമാണ്. അപ്പം നമുക്ക് വെറുതെ ഷോട്ടുകൾ എടുക്കേണ്ട സമയം ലൊക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഡയലോഗൊക്കെ പഠിച്ച് പതിവില്ലാതെ പഠിക്കാനും പാട്. ധ്യാനാണെങ്കിൽ റീടേക്ക് വിളി എനിക്ക് ഏറ്റവും കൂടുതൽ റീടേക്ക് തെറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവൻ വന്നിട്ട് മറ്റേ ലൊക്കേഷൻ്റെ റേറ്റ് 5 ലക്ഷം. അപ്പോൾ വീണ്ടും റീടേക്ക്. അവസാനം ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ധ്യാൻ ഇങ്ങനെ വിഷായനെ ഇനി അവന്റെ ചെവി വന്ന് പറയരുത്. അല്ല, ധ്യാൻ ആക്ച്വലി ഞാൻ എന്തോ കൂളായിട്ട് ഇതേപോലെ ഈ പൈസ കൊടുക്കട്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ ധ്യാൻ വേറെ എന്തോ സീൻ ആലോചിച്ച് ഇങ്ങനെ സ്ട്രൈറ്റ് നോക്കിയായിരുന്നു. അപ്പൊ ഞാൻ ഈ പോണ വഴി ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പം അവൻ ഇങ്ങനെ തുറിച്ചു നോക്കണം. ഇനി വല്ല ചീത്ത വിളിക്കാനാണെന്ന് വെച്ചാൽ ഞാൻ എന്താണെന്ന് ഞാൻ പിന്നെ ധ്യാൻ ആക്ച്വലി എന്നെ പ്രൊട്ടക്ട് ചെയ്തു. ഇവൻ വന്നിട്ട് ഷോട്ടിന്റെ ഒക്കെ നിൽക്കുമ്പോൾ ഡയലോഗ് പിടിച്ച് കൗണ്ടറൊക്കെ പോകുന്നു, മറ്റേത് 5 ലക്ഷം പോട്ടോ, ഡയലോഗ് 1 more. എന്നിട്ട് ഇവൻ പോവും,
കാരണം ഞാനൊന്ന് ട്രാൻസ്പെറന്റ് ഞാൻ കൊടുക്കട്ടോ വേണ്ടെന്ന് ചോദിക്കാൻ അതാ വേണ്ടി. മതി നമുക്ക്. അതെ, കൊടുക്കട്ടോ വേണ്ടെന്ന് ഇവിടെ ചോദിക്കാനായിരുന്നു. അതല്ല ടെൻഷൻ, ഇവിടെ അഭിനയിക്കുകയും വേണം, പ്രൊഡക്ഷന്റെ മറുപടിയും പറയണം, ധ്യാന്റെ ഫേസും കാണുകയും വേണം. അതെ. അത് ശരിക്കും പാടുപെട്ടുണ്ടാവൂല, തല്ലിപ്പൊളി. പക്ഷെ അജുന് എപ്പോഴാ ഒരു പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങണം എന്ന് തോന്നിയേ? അങ്ങനെ പ്ലാൻ ചെയ്തല്ല. ഇപ്പം SP ഗ്രാൻഡീസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ട് ഞാനും ധ്യാനും ഇരുന്ന് സംസാരിക്കുമ്പം ഇവനൊരു ഷോർട്ട് ഫിലിം കഥ പറഞ്ഞു, വിനീത് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തേ. ആ കഥ രസമുണ്ട്, പക്ഷെ അത് ഇന്നുവരെ വിനീത് കണ്ടിട്ടില്ല. കാര്യം അത്ര തല്ലിപ്പുള്ളിയായിട്ട് അവരുടെ അടുത്തേക്കുന്നത് കാണിച്ചിട്ടില്ല. പക്ഷെ കഥ രസമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു ഇത് സിനിമയ്ക്കുള്ള കഥയുണ്ടെന്ന് പറഞ്ഞത് മാറിയൊക്കെ വന്നാണ് ലവ് ആക്ഷൻ ഡ്രാമ. ഇതിലും രസമായിട്ടുള്ള കഥ അന്ന് പറഞ്ഞു കേട്ടോ. സെക്കൻഡ് ഹാഫ് ഒക്കെ ഇവൻ മറന്നു പോകും, ഇവൻ എഴുതി വെക്കൂല. ചേച്ചി ബ്രില്യൻ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ നമ്മളത് കേട്ടാല് അല്ല ധ്യാന്റെ ലവ് ആക്ഷൻ ഡ്രാമ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫ് ആരൊക്കെ കേട്ടുണ്ടോ അത്രയും ചിരിച്ചു മറിയും. ഫസ്റ്റ് ഹാഫ് ചിരിച്ച അത്രയും തന്നെ സെക്കൻഡ് ഹാഫിലും ഉണ്ട്. എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ സമയം അപ്പൊ ഈ ഇവിടുത്തെ കഥ പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും ഒരു റിസ്ക് എടുക്കുകയല്ലേ, നമുക്ക് പുറത്തൊരാളെ പെടുത്തണ്ട, നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മോശമല്ലേ നമ്മളൊരാളെ ചതിക്കണ്ടല്ലോ. അങ്ങനെ പക്ഷെ അങ്ങനെയാണ് അത് പ്രൊഡക്ഷൻ വഴി അൺപ്ലാൻഡ് ഒരു പെട്ടെന്നൊരു എക്സ്റ്റംബർ ആയിട്ട് വന്നൊരു ഡിസിഷനാണ്. പക്ഷേ ഈ 1 വർഷം 2 വർഷം നമ്മൾ 2018 പ്രളയം അതിജീവിച്ചു, 2019 പ്രളയം അതിജീവിച്ചു, എന്നിട്ട് റിലീസ് ചെയ്തത്. എൻ്റെ ഇടയ്ക്ക് ശ്രീനി സാർ വയ്യാതായി ആ സമയത്ത്, ഫസ്റ്റ് ടൈം വയ്യാതായത് ആ സമയത്ത് 2019 ജനുവരിയിൽ. അപ്പം ഇതൊക്കെ ഫേസ് ചെയ്തിട്ട് ഉള്ള പ്രോബ്ലം എന്താണ്, ഇവൻ തന്നെ പറയുന്ന ഹ്യൂമർ കുറേ ആകുമ്പോൾ ഇവനും മടുക്കും. ഇയാൾ കുറേ പറയുമ്പോൾ ഇയാൾക്ക് ബോറടിക്കുമല്ലോ, അതുകൊണ്ട് അവൻ കട്ട് ചെയ്യും, അവൻ എടുക്കില്ല, അത് ഒഴിവാക്കും. പക്ഷെ അത് പ്രേക്ഷകർക്ക് അത് ഫസ്റ്റ് ടൈം ആയിരിക്കും. ഫസ്റ്റ് ടൈം ആകുമ്പോൾ നല്ലതല്ലായിരുന്നോ? പിന്നെ ഇപ്പൊ നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം അജു അമ്പിളിച്ചേട്ടനുമായിട്ട് വർക്ക് ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അത് ഒരു വലിയ സിനിമ ചേച്ചി, വല എന്നാണ് അതിന്റെ പേര്. നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അദ്ദേഹത്തിനോട് ഒരു ഫസ്റ്റ് സിനിമയിൽ മാത്രമേ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു അവസരം ആക്സിഡന്റ് ആയി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഞങ്ങൾ വെരി ഗ്രേറ്റ്ഫുൾ ആണ്. അതൊരു അജു ശരിക്കും അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ വർക്ക് ചെയ്യാൻ വന്നപ്പോഴേ ശരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് അമ്പിളിച്ചേട്ടന് ഫീൽ ചെയ്തോ? അതായത് ഈ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച്? അതിനെ കുറിച്ച് ഒന്നും കമന്റ് ഇല്ലെന്നാണ് ഡയറക്ടർ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഡയറക്ടർ എന്നോട് പറഞ്ഞ കാര്യം ഫിലിമിനെ കുറിച്ച് അദ്ദേഹത്തിന് അതായത് അരുൺ ചന്തു എന്നോട് പറഞ്ഞ കാര്യം, അതായത് തുടങ്ങിയ സമയത്ത് അദ്ദേഹം കൊടുത്തിരുന്ന എടുത്ത ടൈം പിന്നെ പിന്നെ കുറഞ്ഞു, റെസ്പോൺസസ് ഒക്കെ. മേ ബി കുറച്ച് പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ അമ്പിളിച്ചേട്ടൻ തിരിച്ചു വന്നാൽ എനിക്കതാ തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ അദ്ദേഹം ആക്റ്റീവായിട്ട് അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ. ഇപ്പൊ ഇതിലെ ക്യാരക്ടർ ഭയങ്കര ബ്ലെൻഡിങ് ആണ്. കാര്യം നമ്മൾ വെച്ചേക്കുന്ന റെഫറൻസ് ഇപ്പം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെ വളരെ എന്താ പറയാ ഉള്ളൊരു സയന്റിസ്റ്റ് ആയിട്ടാണ്. അപ്പൊ അദ്ദേഹം ഒരു വീൽ ചെയറിലാണ് ത്രൂ ഔട്ട്, പക്ഷെ എന്നാൽ കൂടിയും വളരെ പവർഫുൾ ക്യാരക്ടറാണ്. ആക്ച്വലി ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കുന്നത്, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ധ്യാനെ നമ്മൾ മാറ്റി നിർത്തിയെന്ന് വെച്ചോ, ഇപ്പൊ ധ്യാനെ നമ്മളൊരു ഫിലിമിലേക്ക് കാസ്റ്റ് ചെയ്തു, എല്ലാം ചെയ്തു. അപ്പം അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ധ്യാനം എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ, ധ്യാനൊരു ശരിക്കും പറഞ്ഞാൽ സോഷ്യലിലെ നല്ലൊരു ഇൻഫ്ലുവൻസർ ആണ്. അപ്പം അത് ധ്യാനെ വെച്ച് നമുക്കൊരു ഫിലിം പ്രൊമോട്ട് ചെയ്യാൻ എളുപ്പമാണ്. ആ ഒരു വശവും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ നോക്കിയിട്ടില്ല. ഞങ്ങൾ വർഷങ്ങൾ ശേഷം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വിനീത് ആ ക്യാരക്ടറിനെ നോക്കിയിട്ടാണ് ധ്യാനെ കാസ്റ്റ് ചെയ്തത്, ധ്യാനും അപ്പൂനെയും. ഇതേപോലെ ശ്രീനിയങ്കൾ ലാൽ ചേട്ടന്റെ ഒരു അദ്ദേഹം അവരുണ്ടായിരുന്നു ആദ്യം, ലാൽ സാറും ശ്രീനി സാറും സെക്കൻഡ് ഹാഫ് ആക്ച്വലി അന്ന് സാറിന് വയ്യായിരുന്നല്ലോ, ശ്രീനിവാസൻ സാറിന് ഒട്ടും വയ്യല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ആ തീരുമാനത്തിൽ നിന്ന് വിനീത് ഇവരിലോട്ടായത്. ഫസ്റ്റ് ഹാഫ് ധ്യാനും അപ്പും കൂടെ, പ്രണവ്. സെക്കൻഡ് ഹാഫ് ഇതേപോലെ ലാൽ ചേട്ടനും ശ്രീനിയങ്കളും കൂടെ അതിന്റെ കണ്ടിന്യൂഷൻ. അപ്പൊ അങ്ങനെയായിരുന്നു ചെയ്തത്. അതിനുവേണ്ടി വിനീത് പറഞ്ഞായിരുന്നു ധ്യാന്റെ അടുത്ത് മെലിയണം എന്നൊക്കെ, പക്ഷെ അന്ന് മെലിഞ്ഞു. ഇതേപോലെ ഭയങ്കര വാശിയില് പുള്ളി ഫോണിലാക്കി നോക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും സെറ്റ് വന്നപ്പോ എല്ലാരും ഞെട്ടി. കാര്യം വളരെ ആ ക്യാരക്ടർ മാത്രമല്ല പെർഫോം ചെയ്തതും എനിക്ക് തോന്നുന്നു ധ്യാന്റെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് പെർഫോമൻസ്, വൺ ഓഫ് ദി ബെസ്റ്റ്. പ്രായമുള്ള എന്തെങ്കിലുമൊക്കെ വർക്ക്ഔട്ട് ചെയ്തോ ധ്യാൻ അതിന് വേണ്ടി? അത് ചെയ്തായിരുന്നു. ഇല്ല, ബിക്കോസ് ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ അല്ലല്ലോ, എത്രയോ വർഷം അയാൾ അത് ചെയ്യാറില്ല. ഇല്ല, അയാള് ഭയങ്കര ടാലന്റഡ് ആക്ടറാണ്. നിങ്ങളുടെ പുതിയ പ്രോജക്റ്റ് നിങ്ങൾ പ്ലാൻ വിനീതും ധ്യാന്റെയും പ്രോജക്ട്സ് ആണ് അടുത്ത ഡയറക്ഷന്. അത് എന്താണെന്ന് അറിയത്തില്ല രണ്ടുപേരും. ഞാൻ ഡയറക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രീയിലോട്ടൊക്കെ കടക്കാനിരിക്കും അദ്ദേഹം. ആക്ച്വലി ഇവരെ വിട്ടിട്ട് പ്രൊഡ്യൂസറിലേക്ക് ഇറങ്ങാൻ പേടിയുണ്ട്?
ഉണ്ട് ചെറുതായിട്ട്. ചെറുതായിട്ട് പേടിയുണ്ട്. ഇല്ലെങ്കിൽ ഇവര് ആക്ച്വലി ഒരു കോമ്പിനേഷൻ ആക്ടിങ് പടങ്ങളോ വേണ്ടേ. എന്നാലും നമ്മളുടെ ഫ്രണ്ട്സിലാണ് വിശ്വാസം. ഫ്രണ്ട്സില് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ഇവർ എസ്പെഷ്യലി കാരണം എന്തെങ്കിലും പറ്റി ഇവരെ പിടിച്ച് തിരിച്ചെത്തിക്കും അറിയാം. അത് ഭയങ്കര കോൺഫിഡൻസ്, വലിയൊരു കാര്യല്ലേ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ചേച്ചി ആദ്യം എല്ലാം വരുമ്പോ കുറെ കേട്ടുണ്ട് സിനിമയില് ഫ്രണ്ട്സ് ഇല്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അവർ ഓരോരുത്തർ കാര്യം പോകുന്നു. പക്ഷെ എന്റെ അനുഭവത്തിൽ എല്ലാവരും ഉണ്ട്. ആളാട്ടോ. അതിപ്പോ 6 നമ്പറിൽ ഒരു ഡയലോഗ് ഇട്ട് പറയുകയാണെങ്കിലും പറയാ നിന്റെ കൂട്ടുകാരൻ ഇത്ര സ്വത്തുണ്ട് എന്തുവേണം ചോദിച്ച പോലെ ഒരു സിംഗിൾ ട്രാൻസ്ഫറിൽ ഒരിക്കൽ എനിക്ക് ഒരു കടം വന്നപ്പോ ചോദിച്ചപ്പോ ഒറ്റ ട്രാൻസ്ഫറിൽ നീ ഞെട്ടിച്ചാളാ. ഇപ്പൊ ഇവരൊക്കെ പോയി ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം പാടുവാണെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് റേറാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ കാശിന്റെ കാര്യം വരുമ്പോ വേറെ എന്തും നമുക്ക് കൂടെ. ഇവിടെ വരുന്ന കുറെ പേര് പറയുന്ന അങ്ങനെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ മുടക്കുന്ന കാശ് അത് തിരിച്ചെനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല, കയ്യിൽ എണ്ണുന്നവരെ കൂടെ നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് എനിക്ക് സിനിമയിൽ ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല ചേച്ചി. അതെ, കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ഇതേപോലെ ഫ്രണ്ട്സിന്റെ കൂടെയോ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരോട് വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് സോഫ നല്ലതാണ്. അതുകൊണ്ടാണ് എനിക്ക് വെളിയിൽ പോയി ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇനി വരുവോ ഇല്ല ആ ഒരു പേടിയുണ്ടല്ലോ. അല്ല അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും ഒരു പ്രൊഡക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങി, ഇനി അത് വേണം. അപ്പം ഭാവിയിലും നമുക്ക് ഇതിൽ മാത്രം നിൽക്കാൻ പറ്റില്ല, അല്ല ജോണേഴ്സ് മാറ്റി പിടിക്കാൻ അങ്ങനെയൊക്കെ താല്പര്യമുണ്ടോ? ഇപ്പൊ ജോണർ മാറ്റി പിടിച്ചാണ് കരം ചെയ്ത. കരം ആക്ച്വലി ഇപ്പം നോക്കിയല്ല ലവ് ആക്ഷൻ ഡ്രാമ നമ്മുടെ റോം കോം ആയിരുന്നു, ഹൃദയം കമ്മിങ് ഓഫ് ഏജ് ആയിരുന്നു. ഇതിപ്പോ വർഷങ്ങൾക്ക് ശേഷം നോക്കിയാലും ഫിലിം പീരിയഡ് ഡ്രാമ ആയിരുന്നു. ഇത് ത്രില്ലർ ആയിരുന്നു കരം. അപ്പൊ കരുത്തിന്റെ ഏറ്റവും വലിയ ചലഞ്ച് വിനീത് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ ഇത് ഫുൾ ഇന്ത്യയുടെ വെളിയിൽ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ത്രില്ലർ ഫിലിം മുമ്പ് നമ്മൾ ചെയ്തിട്ടില്ല, ഞാനും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ജോണേഴ്സ് നമ്മുടെ ഡയറക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞ റെഡിയാണ്. ഇപ്പം വിനീതോ അല്ലെങ്കിൽ ധ്യാനോ ഇങ്ങനത്തെ ഇപ്പൊ എന്നാലും വിനീതും ധ്യാനോ അജു വേണം, അത് മസ്റ്റാ. പക്ഷെ എനിക്ക് എന്റെ സജഷൻ പുറത്തും സേഫ് ഗുഡ് സിനിമകൾ ചെയ്യണം. നല്ല പ്രൊഡക്ഷൻ ബാനറാണ് മെറിലാൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്. ചാക്കോച്ചായൻ ഉദയയില് സിനിമ ചെയ്തപ്പോ അതിൽ ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട്, മെറിലാൻഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര റേറാ. വീട്ടിലെ റെസ്പോൺസ് എങ്ങനെയാണ്? As far as അവരെല്ലാം ഈ ജനറേഷൻ വൈസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥലത്ത് അത് ഭയങ്കര ഫാദറൊക്കെ ലവ് ആക്ഷൻ ഡ്രാമ ഞങ്ങള് ന്യൂ തിയേറ്ററിലൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛനും ഉണ്ടായിരുന്നു, ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ആക്ച്വലി അച്ഛൻ. പിന്നെ ഭയങ്കര പ്രൗഡായിരുന്നു, കെട്ടിപ്പിടിച്ചു പ്രൗഡ്. പിന്നെ ഈ തിയേറ്റർ ഓണേഴ്സ് എല്ലാം എന്നെക്കാട്ടിൽ അച്ഛനായിരിക്കുമല്ലോ വിളിക്കണേ. ലവ് ആക്ഷൻ ഡ്രാമ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഹൗസ്ഫുൾ ആണ്, എല്ലാ സ്ക്രീൻഷോട്ട്സും മെസ്സേജും അച്ഛനാണ്. അപ്പം അമ്മയടുത്ത് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് അന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അമ്മയടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ഇത് ഞാനും കൂടെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്തിരിക്കണായിരുന്നു. ആക്ച്വലി ഭയങ്കര ടെൻഷൻ കൊണ്ട് വഴക്ക് വരുന്ന വെച്ചില്ല. അപ്പം എല്ലാവരും അപ്പോൾ ഫ്രണ്ട്സ് കാണുമ്പോൾ എല്ലാരും വിചാരിച്ചു ഇപ്പോഴും നമ്മൾ ചെയ്യാൻ പറ്റിയ നമുക്കുള്ളിൽ അത് തന്നെയാണ്. അതെ, ഇത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഇതിലും പാടാണ് ഒരു റോക്കറ്റ് ഇവിടെ നാസയ്ക്ക്. അപ്പൊ പിന്നെ അത്രയും നമ്മള് ബുദ്ധിമുട്ട് കാണിക്കും. ചേച്ചി ഇപ്പൊ നെക്സ്റ്റ് ജനറേഷൻ ഞാൻ അടുത്ത ജനറേഷൻ നെവ്യൂസോ നീസോ ആരെങ്കിലും അടുത്ത് ചോദിച്ചാലും ഞാനും ഇതേതായിരിക്കും പറയും, അയ്യോ ഇതൊന്നും പോകരുത്. കാരണം ഭയങ്കര ഭയങ്കര ചേച്ചി. കാരണം ഇതിനകത്ത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഫ്രണ്ട്സ് വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ടു ആൻ എക്സ്റ്റെന്റ് ഒരു ലോസ് വന്നാലും ഇവർ തിരിച്ചൊരു ബാക്കിംഗ് വരും. ഒരു പ്രോജക്റ്റിൽ അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അറിഞ്ഞിടാത്ത ഒരാളുടെ അടുത്ത് പോയി ഫുൾ പൈസ പോയാൽ നമുക്ക് എങ്ങനെ, ഇപ്പൊ ലാൻഡ് ആണെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടല്ലോ. സിനിമ മോശമായ ഇത് എവിടെയും പോയി വിൽക്കാൻ പറ്റത്തില്ല, തീർന്നു. ഫേസ് ചെയ്യണം. ഫസ്റ്റ് ന്യൂൺ ഷോ കഴിഞ്ഞ ഒരു പടത്തിന്റെ വിധി അപ്പൊ അറിയാം, പിന്നെ അടുത്ത ഷോട്ട് ആള് കാണത്തില്ല. ഇതാണ് സിനിമയുടെ ഏറ്റവും വലിയ നല്ലതാണെങ്കിൽ ഇപ്പം അതിപ്പോ വാഴ 2 വരെ ഞാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. ഈയിടെ ഞാൻ കണ്ടേ ഉള്ളൂ. അപ്പോൾ ഒരു രാവിലത്തെ ഒരു ഷോ ഇട്ടിട്ട് ആ പിള്ളേർക്ക് ഇനിഷ്യൽ ഉണ്ടായിരുന്നു, പക്ഷെ വേർഡ് ഓഫ് മൗത്തും വെച്ചിട്ട് ഇപ്പൊ ഫാമിലീസും അതും ഇപ്പം ഒരു പടം ഹിറ്റായ കളക്ഷൻ വൈസ് എന്ന് വെച്ചാൽ എത്ര ഒരു വേറെ ലെവലായിരിക്കും പോകണം. പക്ഷെ അതേ സമയം ഒരു പടം മോശമായ അടുത്ത ഷോട്ട് ആള് കാണത്തില്ല. ആക്ച്വലി ആസ് എ തിയേറ്റർ ഓർഡമസ് ചോദിക്കുമ്പോൾ നമുക്കിപ്പം ആപ്പ് വഴി ബുക്കിംഗ് ആണോ യു ഫീൽ മോർ ഗ്രേറ്റ്, ഓർ പഴയ പോലെ ടിക്കറ്റ് എടുത്തിട്ട് അത് ഒരു എക്സ്പീരിയൻസ് ആണ് ചേച്ചി. അതെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവിടെ നിന്ന് അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് വിൻഡോയിൽ നോക്കിയാൽ മതി. മറ്റേന്ന് വെച്ചാൽ ഒരു ഹൗസ്ഫുൾ ഒരു അന്നത്തെ കാലത്തൊക്കെ ഒരു ഫിലിം ഒരു തിയേറ്ററിൽ റിലീസ് ആവത്തുള്ളൂ. ഇതേപോലെ മൾട്ടിപ്ലക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ ഒരു ലാൽചന്റെ പടം വന്നാൽ ഇപ്പൊ ശ്രീകുമാർ ശ്രീവിശാഖ് റിലീസ് ചെയ്യും,
അന്ന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇതേ ആൾക്കാർ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യും അതെ ക്യൂ തുറക്കാൻ വേണ്ടി. ചുറ്റും പോലീസും രാത്രി അത് ഭയങ്കര നൊസ്റ്റാൾജിയ. അത് ഇന്നിപ്പം ഒറ്റയടിക്ക് ടിക്കറ്റ്സ് കിട്ടും, ഇവർക്ക് ആ ഫീൽ അറിയത്തില്ല. ഭയങ്കര ചിലവരൊക്കെ ഇങ്ങനെ വേർത്ത് കുളിച്ച് കഷ്ടപ്പെട്ട ഒരു ഇടിഞ്ഞ ക്യൂകൾ കാണും. അതെ, കാക്കക്കുയിൽ അങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടാതെ അല്ല, നമുക്ക് ഈ ക്യൂവില് ഇങ്ങനെ നമ്മൾ അടിക്കില്ലേ. ചേച്ചി വാഴ 2 ഒരു സീനുണ്ട്, ഞാൻ പറയണില്ല. ചേച്ചി ആ പടം കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ തോന്നിയ സീനാണ് ആക്ച്വലി. ട്രിവാൻഡ്രത്തെ ഒരു റെഫറൻസ് എടുത്തേക്കുന്നത് അളിയന്റെ തിയേറ്ററിൽ ശ്രീമാറിലൊക്കെ ഉള്ള ഒരു റെഫറൻസ് ആയിരുന്നു അത്. അപ്പൊ ഞാൻ വിപ്പിനെ കണ്ടിട്ട് ഞാൻ വിളിച്ചിരുന്നു ഈ സീന്. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ അടിച്ചു. കാരണം അന്നത്തെ കാലഘട്ടത്തില് ഒരു ഫിലിം ഹിറ്റ് ആണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാരും. സത്യം. ആക്ച്വലി എനിക്ക് കമ്പാരിറ്റീവ്ലി ആ ഒരു റഷ് കാണാൻ ഭയങ്കര ഒരു നമ്മൾ വർക്ക് ചെയ്ത ഡയറക്ടർ ആയാലും ശരി, ആർട്ടിസ്റ്റുകളായാലും ശരി, ഈവൻ തിയേറ്റേഴ്സ് ഉടമസ്ഥരായിരിക്കും, ഈ റഷ് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു തൃപ്തിയുണ്ട്. സോ ഹാപ്പി. പിന്നെ അന്നത്തെ ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ്, തിയേറ്റർ ഓണേഴ്സ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എപ്പോഴും ഫോൺ ചെയ്യുമായിരുന്നു. ഒരു ബന്ധം ഉണ്ടായിരുന്നു ചേച്ചി. ഇപ്പം ഷാജിയുടെ അച്ഛനായിട്ട് എപ്പോഴും കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇന്ന് ആളുണ്ടോ, ഇന്ന് ഇതുണ്ടോ. ഇപ്പത്തെ ജനറേഷൻസിന്റെ അടുത്ത് ഇപ്പൊ ഒരു 30s 40s നിൽക്കുന്ന ആൾക്കാരടുത്ത് ചോദിച്ചാൽ പോലും അന്നത്തെ പടങ്ങൾ എവിടെയാണ് അവർക്ക് ആ തിയേറ്റർ ഓർമ്മ കാണും, സീറ്റ് നമ്പേഴ്സും. ആ ഒരു ഇതില്ല അല്ലേ ശരിക്കും. അതൊരു വരണം എന്നാ ഞാൻ പറയാം. എനിക്ക് അതൊരു ഭയങ്കര മിസ് ചെയ്യണ ഒരു ടിക്കറ്റ് കിട്ടാൻ എളുപ്പം ഇപ്പോഴാട്ടോ. ടിക്കറ്റ് എളുപ്പം കിട്ടും. ടിക്കറ്റ് കിട്ടാൻ പക്ഷെ ആ ഒരു ഫീൽ ഇപ്പൊ ഇല്ല. നമ്മളത് കണ്ടിട്ടുണ്ട്. അതെ, നമ്മൾ വർത്താനം കൊണ്ട് കുറെ നേരം ഭക്ഷണം വല്ലതും കഴിക്കണ്ടേ. പിന്നെ ചേച്ചിയുടെ ഷോ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അയ്യോ, മീശയൊക്കെ പിരിച്ചു വെച്ചേ അങ്ങനത്തെ ഇല്ലല്ലേ. ഇതൊരു നാട്ടിലെ ഭക്ഷണമൊന്നുമല്ല കേട്ടോ, അതൊരു നോർത്ത് ഇന്ത്യൻ സാധനമാ. അജു ഇപ്പം എനിക്കൊന്ന് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കുറേ നാളായി, കുറേ ക്യാരക്ടേഴ്സ് ചെയ്തു. ആക്ച്വലി ആസ് ആൻ ആക്ടർ അജുവിൻ്റെ ഒരു എയിമോ അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടമോ, ഇപ്പം ഈ പറഞ്ഞ പോലെ ട്വിസ്റ്റ് അല്ല ചോദിച്ചത്, ബട്ട് സ്റ്റിൽ ആസ് ആൻ ആക്ടർ എന്താ ചെയ്യാൻ ഇനി? അങ്ങനെ റോൾ വൈസ് നമുക്കറിയില്ലേ ശരിക്കും, അത് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഒരു കഴിഞ്ഞൊരു 5 വർഷം ചെയ്യാത്ത അങ്ങനെ പറയാൻ പറ്റൂ. റിപ്പീറ്റ് വരും ഇല്ലാതെന്ന് ഞാൻ പറയുന്നില്ല. റിപ്പീറ്റ് ആയാൽ കൂടി കഴിഞ്ഞൊരു 5 വർഷത്തെ റിപ്പീറ്റേഷൻ ഇല്ലാതെ പോകണം, അതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന ക്യാരക്ടർ ആഗ്രഹം അങ്ങനെ വെക്കുന്നില്ല. അങ്ങനെ വെക്കാൻ ഭയങ്കര പാടാ. കാര്യം എന്റെ ലിമിറ്റേഷൻസ് നമുക്ക് ഫസ്റ്റ് അറിയാം. അത് പ്രേക്ഷകർക്ക് അറിയാത്രത്തോളം കാലമേ ഉള്ളൂ ഈ നിലനിൽപ്പെന്ന് പറയുന്നത് പലപ്പോഴും. അപ്പം അതിനെ നന്നായി നമ്മളെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണം എപ്പോഴും, അതേ ഉള്ളൂ എനിക്ക് പറയാൻ. അതായത് ഇവിടെ ജനാർദ്ദൻ ചേട്ടനും വന്നപ്പോഴും സെയിം സാധനം വന്നു. ഒരു ആക്ടറിനെ മോൾഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഡയറക്ടറാണ്. തീർച്ചയായിട്ടും അല്ലെ, ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ പിഴിഞ്ഞ് അയാളുടെ കംപ്ലീറ്റ് കഴിവുകൾ വെളിയിൽ കൊണ്ടുവന്ന് ഈസ് എ കംപ്ലീറ്റ് ആക്ടർ എന്ന് മനസ്സിലാക്കുന്ന ഒരു ഡയറക്ടർ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ്. അതെ, വിശാഖനോട് ഒരു കാര്യം ചെയ്യട്ടെ, അജു ഡയറക്ട് ചെയ്യുകയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ഡയറക്റ്റ് ചെയ്യില്ലല്ലോ. ഇടയ്ക്ക് ഒരു ഐഡിയയിലൊക്കെ ഇല്ലായിരുന്നോ? ജേക്കബിന്റെ സ്വർഗരാജ്യം ഞാൻ അസിസ്റ്റ് ചെയ്യാൻ പോയിരുന്നു. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു വിനീതിന്റെ. എന്നെ വിളിച്ചാ വിനീതന്. ആണോ? ഏത് റോള് ചേച്ചി? രഞ്ജേട്ടന്റെ വൈഫായിട്ട്. ആണോ? ഇതെന്താ ചെയ്യാത്ത? അന്ന് പിള്ളേര് ചെറുതായിരുന്നു. പറയൂ. ഇനി വിളിച്ചാ വരുമോ? അത് പറയും, ഇത് പറയൂ, അത് പറയും. ചേച്ചി തമ്പുരാൻ അറിയാം. പറയൂ. നമുക്ക് ഇതൊന്നും ഇത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. ആദ്യമായിട്ട് ആനീസ് കിച്ചണിൽ അങ്ങനെ ഒരു പക്ഷെ വരികയാണെങ്കിലും ഫസ്റ്റ് വിനീതാണ് എന്നോട് ഫസ്റ്റ് ഡേറ്റ് ചോദിച്ചത്. അപ്പൊ വിനീത് എപ്പോഴെങ്കിലും നല്ല ക്യാരക്ടർ ഉണ്ടോ? വേറെ പ്രശ്നം എന്താണെന്നറിയോ, എനിക്ക് ശ്രീനിയേട്ടനോട് ഒരു കടുപ്പാടുണ്ട്. ബിക്കോസ് ഇന്ന് ഈ ഡയസിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഓൺലി ബിക്കോസ് ഓഫ് ശ്രുതി ഓഫ് മഴയത്ത് മുൻപേ. സെക്കൻഡ് എൻട്രി എന്ന് പറഞ്ഞിട്ട് വിനീത് എന്നോട് ഫസ്റ്റ് ചോദിച്ചത്. അപ്പൊ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ തമ്പുരാൻ തീരുമാനിക്കട്ടെ, ബാക്കി പിന്നെയല്ലേ. ഇത് പറ. ഞാൻ പറഞ്ഞു അസിസ്റ്റ് ചെയ്ത വരെ എനിക്ക് ഡയറക്ഷൻ ആഗ്രഹമുള്ള ആളായിരുന്നു. ഞാൻ ഇൻഫാക്ട് കോളേജിൽ പഠിക്കുമ്പോഴും അഭിനേതാവണം എന്നല്ലായിരുന്നു, റൈറ്റർ ഡയറക്ടർ ആവണം എന്നായിരുന്നു. ശ്രീനി സാറായിരുന്നു എൻ്റെയും റീസൺ. അപ്പോൾ വിനീത് ആ സമയത്ത് കോളേജിലുണ്ട്. അപ്പോൾ ഞാൻ അവനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത് ഇതുവാ. ശ്രീനേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് ചെന്നപ്പോൾ ശ്രീനേട്ടൻ എന്നാ പറഞ്ഞു? മലർവാടിയിൽ അഭിനയിക്കാൻ ഇല്ല, മലർവാടിയിൽ അഭിനയിക്കാൻ വന്ന സമയത്താണ് 2 ദിവസം സാറ് വന്നു. സാറിന്റെ മകനെ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് പോലും മൈൻഡ് ചെയ്യാതാ വന്നേ. അതായത് നമുക്കത് ഭയങ്കര, അതാണ് അദ്ദേഹം
ടോട്ടലി അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും അപ്പനായല്ല. ഒരു പരിചയമില്ല എന്താ ചെയ്യണ്ടെന്നുള്ളതല്ലാതെ ജസ്റ്റ് നമ്മളോട് ഇൻ ജനറലും എനിക്ക് ശ്രീനി സാറിനെ കുറിച്ച് തോന്നിയിട്ടുണ്ട് ഭയങ്കര വിഷണറിയാണ്. സത്യം. ഞാൻ പേരെടുത്ത് അത് പറയുന്നില്ല, പക്ഷെ അദ്ദേഹം പ്ലേസ് ചെയ്ത ക്യാരക്ടേഴ്സ്, സംസാരിച്ച വിഷയങ്ങൾ, ഇപ്പം ആക്റ്റീവായിട്ട് നമുക്കറിയാം സന്ദേശത്തിലെ ലൈൻസ് ഇപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും അതൊക്കെ ശ്രീനിയുടെ ശരിക്കും ഈ പറഞ്ഞ പോലെ കാഴ്ചപ്പാട്, അത് നമ്മൾ പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല. അതാ ഇനി ഇത് നമുക്ക് കഴിച്ചിട്ടൊന്നും ഇതിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം. പിന്നെന്താ. അതോടെ നമുക്ക് ചേച്ചിയുടെ പ്രതിച്ഛായ ഓഫ് ആനീസ് കിച്ചൺ നമുക്കറിയാം. അല്ല പിന്നെ അടിപൊളി ചേച്ചി, ശരിക്കും ശരിക്കും. സുമാരെ ഇതാ വേണം ചോദിച്ചു. അല്ല ഞാൻ നോക്കിയിട്ടല്ലേ പറയാൻ പറ്റൂ. നന്നായി അത് അച്ഛൻ. കഴിച്ചില്ല, അതാണ്. നല്ലതാ നല്ലതാ. നല്ലതാ. ആ, താങ്ക് യു. ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. ഫസ്റ്റ് ടൈം. ആ, ഇനി അവിടെ ചെല്ലുമ്പോൾ ഇനി അവിടെയൊക്കെ ഷൂട്ടിനൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു സാധനം മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനത്തെ ഒരു രുചി ആദ്യമായിട്ടാണ്. ആണോ? ഇത് നോർത്ത് ഇന്ത്യൻ. എന്തായാലും ഇപ്പൊ നിങ്ങളുടെ കരം അമൃത ടിവിയിൽ വരുന്നുണ്ട്. അപ്പൊ പ്രേക്ഷകർ കാണാത്തവർക്കൊക്കെ കാണാൻ പറ്റും. അതേപോലെ എല്ലാവരും നിങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് നിങ്ങളുടെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോംബോയാ. ഈവൻ അതൊരു സക്സസ് ആയി മാറട്ടെ. ഇനി വരുന്ന ജനറേഷൻസ് ഒക്കെ അത് എന്താ പറയുക, ആ ഒരു കോംബോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആകാംക്ഷ തരില്ലേ, അതെല്ലാം ഈശ്വരൻ അനുഗ്രഹിച്ച് നടക്കട്ടെ. ആൻഡ് താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ അറിഞ്ഞു. നമ്മുടെ പുതിയ രുചി ആജു ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതേപോലെ ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അല്ലേ, എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നും കഴിക്കുന്നതിന് ഒരു ചെറിയ ചേഞ്ച്. അപ്പോൾ അതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ആനീസ് കിച്ചൻ പുതിയ റെസിപ്പീസ് ആയിട്ട് കണ്ടേ പറ്റുള്ളൂ. പുതിയ അതിഥികളും പുതിയ വിഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.